ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. UAE തലസ്ഥാനമായ അബുദാബിക്ക് നേരെ ഇന്ന് പല തവണയാണ് മിസൈൽ ആക്രമണം നടന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലയായ കിസാഡിന് നേരെ 3 തവണ മിസൈലുകൾ എത്തി. 5 ഇന്ത്യക്കാരുൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. 3ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായി. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലേക്കും ഇറാൻ മിസൈലുകളെത്തി. സലാലയിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു പ്രവാസിക്ക് പരിക്കേറ്റു. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങളുമായി അബുദാബിയിൽ നിന്ന് ചേരുന്നത്. ഷിനോജ, ഒരിടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഖത്തറിലൊന്നും ചെറിയ പെരുന്നാളിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു മെല്ലപ്പോക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തിരിച്ചടിയാവുകയാണ്. പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാർക്കുൾപ്പെടെ പരുക്കേൽക്കുന്ന അവസ്ഥ. ഇന്ത്യക്കാരുടെയൊക്കെ ആരോഗ്യനില ഏത് രീതിയിലാണ്? ഗുരുതരമായ പരുക്കുകളാണ്? എന്താണ് റിപ്പോർട്ടുകൾ? വിനീഷ, ഇപ്പോൾ ഫെബ്രുവരി 28-നാണ് ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ മാർച്ച് 28 UAE സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാ ദിവസവും ഇറാന്റെ ഡ്രോണുകളും അതേപോലെ തന്നെ മിസൈലുകളും എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു ഇളവിന് ശേഷം വീണ്ടും ആക്രമണം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് നിരന്തരമായ ആക്രമണമാണ് UAEക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അബുദാബിക്ക് നേരെ. അബുദാബിയിൽ രാവിലെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഉച്ചയ്ക്കും ഒരു ആക്രമണം ഉണ്ടാകുന്നു. രാവിലെ ഈ കിസാഡ് മേഖല ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാണത്. ഖലീഫ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നറിയപ്പെടുന്ന ഇവിടെ നിരവധി വിദേശ കമ്പനികളുണ്ട്. അവിടേക്കാണ് പലതവണയായി മിസൈലുകൾ എത്തിയത്. രാവിലെ ഉണ്ടായ 2 ആക്രമണങ്ങളിൽ 2 തീപിടുത്തമുണ്ടായി. ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത്. ആ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. പിന്നീട് ഉച്ചയ്ക്ക് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. വീണ്ടും തീപിടുത്തമുണ്ടാകുന്നു. അവിടെ ഒരു പാകിസ്ഥാൻ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇത്തരത്തിൽ നിരന്തരമായ ആക്രമണമാണ് അബുദാബിക്ക് നേരെ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് ഇപ്പോൾ 6 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 5 ഇന്ത്യക്കാർ, ഒരു പാകിസ്ഥാൻ സ്വദേശി. ഈ സമയം തന്നെ സലാലയിലേക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സലാല തുറമുഖമാണ് ആക്രമിച്ചത്. അവിടുത്തെ ഒരു അമേരിക്കൻ സ്ഥാപനത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു പ്രവാസിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ കുവൈത്ത് വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് അധികൃതർ പറയുന്നത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വിമാനത്തിൻ്റെ സർവീസുകളെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുള്ളത്. ബഹ്റൈനിലേക്കും പലതവണ ഇന്ന് ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നിരന്തരമായി ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. വിവിൻഷ, ഷിനോജ്, UAEയുടെ ഭാഗത്തുനിന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഉണ്ടായതെന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്രത്തോളം മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു, ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു മന്ത്രാലയം. അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകൾ ലഭ്യമാണോ? ഇന്നത്തെ കണക്കുകൾ പ്രതിരോധ മന്ത്രാലയം ലഭ്യമാക്കിയിട്ടില്ല. ഇന്നലത്തെ കണക്കനുസരിച്ച് 9 ഡ്രോണുകളും 6 മിസൈലുകളുമാണ് UAEക്ക് നേരെ ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും എത്തിയത് UAEക്ക് നേരെയാണ്. ഏകദേശം 1800-ലേറെ ഡ്രോണുകൾ UAEക്കെതിരെ ഇറാൻ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 400-ഓളം മിസൈലുകൾ, അത് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ക്രൂയിസ് മിസൈലുകളുണ്ട്. അതിനെ ഒരു വലിയ ആക്രമണം തന്നെയാണ് UAEക്ക് നേരെ കഴിഞ്ഞ ഈ 29 ദിവസങ്ങളിലും ഇറാൻ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നേ. ഇപ്പോൾ അബുദാബി അധികൃതരാണ് ഇതുവരെ അബുദാബിക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അത് കൂടുതലും നടന്നത് ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്കാണ്. വിദേശ രാജ്യങ്ങളുടെ കമ്പനികളുള്ള, വിദേശ നിക്ഷേപങ്ങളുള്ള ഒരു മേഖലയെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് വേണം ഇവിടേക്ക്
നടന്ന ആക്രമണങ്ങളെ മനസ്സിലാക്കാൻ 6 പേർക്ക് ഒരു ദിവസം തന്നെ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുവൈഹാനിലുണ്ടായ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്. ആ ഇന്ത്യക്കാരൻ ഹിമാചൽ സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരൻ മാത്രമാണ് ഉള്ളത്. ബാക്കി 4 പേർ പാകിസ്ഥാൻ സ്വദേശികളാണ്. ബംഗ്ലാദേശ് സ്വദേശി, നേപ്പാൾ സ്വദേശി, ഫലസ്തീൻ സ്വദേശി എന്നിങ്ങനെയാണ് മറ്റ് കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ. ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് 11 പേരാണ് UAE-യിൽ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിനീഷ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.